ആരാധകർ മാത്രമല്ല, മുൻ ലിവർപൂൾ ഇതിഹാസങ്ങൾ വരെ അർണോൾഡ് ലിവർപൂൾ വിടുന്നത് ഒരു ദുസ്വപ്നം പോലെ കാണുന്നു. ഒരു കാലത്ത് ലിവർപൂൾ ആരാധകരുടെ മനസ്സിലെ ഇതിഹാസമായി മാറിയ, പിന്നീട് അവരുടെ മനസ്സിൽ വെറുപ്പ് നേടിയ താരമായ ഓവൻ പറഞ്ഞത് ഇങ്ങനെയാണ്: ലിവർപൂളിനോടൊപ്പം എല്ലാം നേടിയ ട്രെന്റ് ഇതിനോടകം ലിവർപൂളിന്റെ ഇതിഹാസമായി മാറി. എന്നിട്ടും അദ്ദേഹം ലിവർപൂൾ വിടുന്നത് താല്പര്യമുള്ളത് കൊണ്ട് മാത്രമാണ്. ഞാനും ലിവർപൂൾ വിട്ട താരമാണ്, പക്ഷെ അന്നത്തെ ടീം ഇന്നത്തെ ടീമിനേക്കാൾ മികച്ചതല്ലെന്നും ഓവൻ പറഞ്ഞു. സലാഹ്, വാൻ ഡെയ്ക്ക്, അർണോൾഡ് എന്നിവരുടെ കരാർ പുതുക്കാത്ത ഒരു മാനേജ്മെന്റാണ് ലിവർപൂൾ ടീം. ഇതിനൊരു പുതുമയില്ലെന്ന് ലിവർപൂൾ ഇതിഹാസങ്ങൾ പറയുന്നുണ്ട്. ഇന്ന് ലിവർപൂളിൽ പ്രതിഷേധങ്ങൾ ആളിക്കത്തുമ്പോൾ അങ്ങ് മൈലുകൾ ദൂരെ സാന്റിയാഗോ ബെർണാബ്യൂയിൽ ട്രെന്റിനെ വരവേൽക്കാൻ ഇപ്പോഴേ ആഘോഷങ്ങൾ തുടങ്ങി. ലിവർപൂളുമായുള്ള ട്രെന്റിന്റെ കരാർ ജൂൺ 30-നാണ് അവസാനിക്കുന്നതെങ്കിലും അതിനു മുമ്പ് ടീമിലെത്തിച്ച് ക്ലബ് ലോകകപ്പിന് വേണ്ടി ബൂട്ട് കെട്ടിക്കാനാണ് റയൽ മഡ്രിഡ് ആവിഷ്കരിക്കുന്നത്. കുറച്ച് നാളുകളായി റയൽ മഡ്രിഡിന്റെ കണ്ണിലൂടെ മിന്നുമായുന്ന ഒരു താരമാണ് ട്രെന്റ്. റയൽ ഒരു താരത്തെ നോട്ടമിട്ടാൽ അധികം വൈകാതെ തൊട്ടടുത്ത സീസണിൽ ബെർണാബ്യൂവിൽ കളിച്ചിരിക്കുമെന്നാണല്ലോ നിയമം. ഡിസംബറിൽ ട്രെന്റിനായി നോക്കിയെങ്കിലും അന്ന് ലിവർപൂൾ വിട്ടില്ല. പക്ഷേ പ്രതീക്ഷിച്ച പോലെ ട്രെന്റ് ജൂണിൽ ബെർണാബ്യൂവിൽ എത്തും. റൈറ്റ് ബാക്കിൽ എല്ലാ പണിയും ഒറ്റയ്ക്ക് ചെയ്തിരുന്ന കർവഹാലിന് പ്രായം 34 കഴിഞ്ഞു. കൂടാതെ പരുക്കുമുണ്ട്. ഈ നിമിഷത്തിലാണ് റയൽ മാഡ്രിഡ് നോട്ടമിട്ട ട്രെന്റ് എത്രയും വേഗം തന്നെ റയലിൽ എത്തിക്കാൻ അവർ തിടുക്കം കൂട്ടുന്നത്. എന്തുകൊണ്ടും ട്രെന്റ് റയലിൽ തന്റെ ലോങ് പാസുകൾ കൊണ്ട് മാന്ത്രിക കൊട്ടാരം പണിയും. 2023-24 സീസണിൽ ലോങ് പാസുകളുടെ കണക്കെടുത്താൽ ടോണി ക്രൂസിനേക്കാൾ ബഹുദൂരം മുന്നിലാണ് ട്രെന്റിന്റെ റെക്കോർഡ്. എന്തുകൊണ്ടാണ് 26-കാരൻ ഇത്രയും സ്പെഷ്യൽ ആവുന്നത്? അതിനൊക്കെ ഒരു കാരണമുണ്ട്. 2016 മുതൽ ചെങ്കോട്ടയ്ക്ക് വേണ്ടി ചുമന്ന കുപ്പായം അണിഞ്ഞ ട്രെന്റ് 516-ന് മുകളിലാണ് ചാൻസ് ക്രിയേറ്റ് ചെയ്തത്. ഈ കാലയളവിൽ ഇത്രയും ചാൻസുകൾ ക്രിയേറ്റ് ചെയ്തത് ഒരേ ഒരാൾ മാത്രം, മാഞ്ചസ്റ്റർ സിറ്റിയുടെ ഇതിഹാസമായ കെവിൻ ഡി ബ്രൂയനാണത്. അതോടൊപ്പം തന്നെ ഒരു ഡിഫൻഡർ എന്ന നിലയിൽ തനിക്ക് 64 അസിസ്റ്റുകളുമുണ്ട്. പ്രീമിയർ ലീഗിന്റെ ചരിത്രത്തിൽ തന്നെ ഇത്രയും അസിസ്റ്റുകളുള്ള ഒരു ഡിഫൻഡറുമില്ല. ഫുട്ബോൾ എന്നത് ഒരു കോർപ്പറേറ്റീവ് കമ്പനി പോലെയാണല്ലോ. താരങ്ങളെ മേടിക്കാം, വിൽക്കാം. ഒരിക്കലും സ്റ്റീവൻ ജെറാർഡിനെ പോലെ മികച്ചതാവാൻ സാധിക്കില്ലല്ലോ.